ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 8ാം ശമ്പള കമ്മീഷന് സ്റ്റാഫ് സൈറ്റ് അഥവാ JCM നൽകിയ മെമ്മോറാണ്ടത്തിൽ 18 ആവശ്യങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യ 10 ആവശ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാക്കിയുള്ള 8 ആവശ്യങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. JCM സ്റ്റാഫ് സൈറ്റ് 14 ഏപ്രിൽ 2026 8ാം ശമ്പള കമ്മീഷന് നൽകിയ മെമ്മോറാണ്ടത്തിലെ ആദ്യ 10 ആവശ്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി ആദ്യം ആ വീഡിയോ കാണുക. JCMൻ്റെ 11ാമത്തെ പോയിന്റ് മെറ്റേണിറ്റി ലീവ് സംബന്ധിച്ചതാണ്. അതായത് ഫീമെയിൽ എംപ്ലോയീസിന് 180 ദിവസം അഥവാ 6 മാസത്തെ മെറ്റേണിറ്റി ലീവാണ് ലഭിക്കുന്നത്. അത് മാക്സിമം 2 കുട്ടികൾക്ക് ലഭിക്കും. JCMൻ്റെ അഭിപ്രായത്തിൽ മെറ്റേണിറ്റി ലീവ് 240 ദിവസം അഥവാ 8 മാസത്തേക്ക് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം 2 കുട്ടികൾ എന്ന ലിമിറ്റും നീക്കണം എന്നാണ്. 12ാമത്തെ പോയിന്റ് പറ്റേണിറ്റി ലീവ്. മെയിൽ എംപ്ലോയീസിന് 15 ദിവസത്തെ പറ്റേണിറ്റി ലീവ് ലഭിക്കുന്നത് JCMൻ്റെ അഭിപ്രായത്തിൽ 45 ദിവസമായി വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 13ാമത്തെ പോയിന്റ് പേരൻറ് കെയർ ലീവ്. JCMൻ്റെ അഭിപ്രായത്തിൽ മൊത്തം സർവീസിൽ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്കായി 60 ദിവസത്തെ പേരൻറ് കെയർ ലീവ് എല്ലാ എംപ്ലോയീസിനും നൽകണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. 14ാമത്തെ പോയിന്റ് കമ്മ്യൂട്ടേഷൻ പീരീഡ്. ഇപ്പോഴുള്ള കമ്മ്യൂട്ടേഷൻ റീസ്റ്റോറേഷൻ പീരീഡായ 15 വർഷം എന്നത് JCMൻ്റെ അഭിപ്രായത്തിൽ വളരെ കൂടുതലാണ്. ആയതിനാൽ 15 വർഷത്തിൽ നിന്നും 11 വർഷമായി കമ്മ്യൂട്ടേഷൻ റീസ്റ്റോറേഷൻ പീരീഡിനെ കുറയ്ക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. 15ാമത്തെ പോയിന്റ് HRA അഥവാ ഹൗസ് റെൻ്റ് അലവൻസ്. ഇപ്പോൾ ലഭിക്കുന്ന HRA എന്നത് എക്സ് ഗ്രൂപ്പ് സിറ്റിയിൽ ബേസിക് പേയുടെ 30%, Y ഗ്രൂപ്പ് സിറ്റിയിൽ 20%, Z സിറ്റിയിൽ 10%മാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. JCM ആവശ്യപ്പെടുന്നതനുസരിച്ച് ഇതിനെ യഥാക്രമം 40%, 35%, 30% എന്നാക്കി വർദ്ധിപ്പിക്കണമെന്നാണ്. അതോടൊപ്പം HRAയെ DAയുമായി ലിങ്ക് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ DA വർദ്ധിക്കുന്നതനുസരിച്ച് HRAയും ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. 16ാമത്തെ പോയിന്റ് എന്നത് ബോണസ്. ബോണസായി എല്ലാ എംപ്ലോയീസിനും 1 മാസത്തെ ബേസിക് പേ പ്ലസ് DA നൽകണമെന്നാണ് JCM ആവശ്യപ്പെടുന്നത്. 17ാമത്തെ പോയിന്റ് ഓൾഡ് പെൻഷൻ സ്കീം. ഇത് സിവിൽ എംപ്ലോയീസിന് ബാധകമാണ്. 1 ജനുവരി 2004 ശേഷം ജോയിൻ ചെയ്ത സിവിലിയൻ എംപ്ലോയീസിന് ന്യൂ പെൻഷൻ സ്കീമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. JCMൻ്റെ അഭിപ്രായത്തിൽ ഓൾഡ് പെൻഷൻ സ്കീം അഥവാ OPS വീണ്ടും നടപ്പിലാക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 18ാമത്തെ പോയിന്റ് ഡെത്ത് ഇൻ ആക്സിഡൻറ്റ്. ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മരണം സംഭവിച്ചാൽ കോമ്പൻസേഷനായി 2 കോടി രൂപ അനുവദിക്കണമെന്നാണ് JCM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് JCM 8th പേ കമ്മീഷന് നൽകിയിരിക്കുന്ന മെമ്മോറാണ്ടത്തിലെ 18 നിർദ്ദേശങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.